ഇപ്പോഴത്തെ പിള്ളേരെ കൊണ്ട് ചോറിനുള്ള അരി എവിടെന്നാ കിട്ടുന്ന കേട്ടത് പറയണേ KH സൂപ്പർ മാർക്കറ്റിനാണ്. ആര് പറഞ്ഞു? ഞങ്ങൾക്ക് അറിയാം അരി കിട്ടുന്നതേ ഇതാ ഈ അരി ഉണ്ടാക്കുന്ന ചെടിന്ന്. നല്ല കോലായി. പഞ്ച ഏതാണ് ചെടി ഏതാണെന്ന് അറിയാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കഷ്ടം. അമ്പോ നിങ്ങളുടെ ഈ കാലഘട്ടത്തോടുകൂടി ഇതൊക്കെ കഴിഞ്ഞു. ഇനി പാടവും വേണ്ട പഞ്ചിയും വേണ്ട ആർക്കും. അപ്പൊ മാമുണ്ടാകും എന്ത് കട്ടോടെ മയനെ ചേറ് വരുത്തിന്നെ. അല്ല ഞാൻ അറിയാണ്ട് ചോദിക്കണം, ഈ ദുബായിൽ അമേരിക്കയിലുള്ളവർക്ക് കണ്ടവും കൃഷിയും കൂടെ ജീവിക്കണത്. എന്ത് കൂട്ടുവേണ്ട മാനെ നീ കൂടുതൽ നമ്മുടെ നാട്ടിന്റെ നട്ടല്ലടാ കൃഷി. നട്ടലായിട്ട് എന്ത് കാര്യം? വികസനം ഉണ്ടെങ്കിലല്ലേ നേരാവുള്ളൂ. എടാ മകനെ, നീ പാലക്കാട് തന്നെയാണ് ഇരിക്കണ. 9 കൊല്ലത്തിനിടെ ഇവിടെ 685 കോടി രൂപയുടെ വികസനമാണ് കൃഷിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അല്ല അതിന് മാത്രം ഇവിടെ എന്താ ചെയ്തു? ഇവിടെ അത് ഞാൻ പറയാം. നെൽകൃഷി വ്യാപനം, തരിശുഭൂമി കൃഷി, തെങ്ങ് പുനർജീവനം, പച്ചക്കറി ഉൽപാദനം, ജൈവ കൃഷി, സുഗന്ധവ്യഞ്ജന കൃഷി. അല്ല ഇതിലൊക്കെ എന്ത് ചെയ്തു ഈ പറയുന്നത്? എന്ത് ചെയ്തിട്ടുണ്ടെന്നാ 112.583 ഹെക്ടർ തരിശുഭൂമിയിൽ നെൽകൃഷിയും 358.95 ഹെക്ടർ തരിശുഭൂമിയിൽ പച്ചക്കറി കൃഷിയും ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് മാത്രമല്ല, നെൽകൃഷി വ്യാപനത്തിനായി 138.04 കോടിയും പിന്നെ തെങ്ങ് കൃഷിക്കായി 2.59 കോടിയും പിന്നെ പച്ചക്കറി കൃഷിക്കായിട്ട് 3.91 കോടിയും ചെലവഴിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, സുഗന്ധവള കൃഷിക്ക് 1.96 കോടി രൂപയും പയർ കിഴങ്ങ് വർഗ കൃഷിക്ക് 95.89 ലക്ഷം രൂപയും പഴവർഗ ഔഷധസസ്യ പുഷ്പ കൃഷിക്ക് 4.53 കോടി രൂപയും ചെലവഴിച്ചിട്ടാ ചക്ക. ഇവിടെ 12.37 കോടി രൂപയുടെ 4 സ്പെഷ്യൽ ഫാം ഉണ്ട് ഇവിടെ. ആലത്തൂര്, അനങ്ങനടി, മുതലമട, കോങ്ങാട്, കുന്നന്നൂർ ഇവിടെയൊക്കെ സംസ്ഥാന വിത്തുൽപാദന ഫാമുകളുണ്ട്. അപ്പോ കാർഷിക മേഖലയിൽ നല്ല വികസനം ഉണ്ടായിട്ടുണ്ട്. എടാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴി മാത്രം 441.44 കോടി രൂപന്റെ കാർഷിക വികസന പദ്ധതികളാണ് ഉള്ളത്. 77,121 ഹെക്ടറിൽ നെൽകൃഷിയും 62,520 ഹെക്ടറിൽ തെങ്ങ് കൃഷിയും 10,200 ഹെക്ടറിൽ വാഴയും 7,500 ഹെക്ടറിൽ പച്ചക്കറി കൃഷി നടന്നു വരുന്നു. അമ്പോ അപ്പൊ ശരിക്കും പറഞ്ഞ അഗ്രികൾച്ചറാണ് നമ്മുടെ ശരിക്കുള്ള കൾച്ചർ അല്ലേ?